വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിനം പ്രതി നമുക്ക് ചുറ്റും കൊലപാതകങ്ങളും മർദ്ദനങ്ങളും ഒക്കെ പെരുകുകയാണ്. വെറും നിസ്സാര കാരണത്തിന് സ്വന്തം അമ്മയെ മർദ്ദിച്ച് വാരിയില തകർത്ത മകളുടെ വാർത്തയടക്കം, കാമുകനൊപ്പം ജീവിക്കാനായി സ്വന്തം ഭർത്താവിനെ കൊന്ന ഭാര്യയുടെ വാർത്ത വരെ ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തുമായി നടന്നത് നിരവധി ക്രൂരകൃത്യങ്ങളാണ്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാമുകനൊപ്പം ജീവിക്കാൻ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ കൂട്ടുനിന്ന ഭാര്യ. ഒടുക്കം പോലീസ് പിടിയിൽ. കാമുകനും കാമുകിയും ചേർന്ന് ഭർത്താവിനെ കൊല്ലാനുണ്ടാക്കിയ പദ്ധതി ആരെയും ഞെട്ടുന്നതാണ്. സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് ലക്നൌ സ്വദേശിനി 32-കാരിയായ പൂജ സിംഗ്. പ്രദീപ് സിംഗ് പരിഹാർ എന്ന യുവാവാണ് പൂജയുടെ ഭർത്താവ്. ഇവരുടെ ഉത്രേത്രിയിലെ വീടിനോടടുത്ത് തന്നെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കീടനാശിനി വിൽപ്പനക്കാരനായിരുന്നു രാം തീർത്ത് മൗര്യ. ഈ പ്രദീപ് സിംഗ് സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. ഇതൊക്കെ തന്നെ പൂജ സിംഗുമായി കൂടുതൽ പരിചയത്തിലാകാൻ മൗര്യയ്ക്ക് അവസരമൊരുക്കി കൊടുത്തു. പതിയെ പതിയെ പൂജയും മൗര്യയും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. പിന്നീടുള്ള ഇരുവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് പൂജയുടെ ഭർത്താവായ പ്രദീപ് സിംഗിനെ എങ്ങനെയെങ്കിലും കൊല്ലുക എന്നതായിരുന്നു. എങ്കിലേ അവർക്ക് ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കാനാകൂ. പ്രദീപ് സിംഗിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനായി പൂജയും മൗര്യയും ചേർന്ന് കണ്ടുപിടിച്ച മാർഗമായിരുന്നു അതിലേറെ ഞെട്ടിക്കുന്നത്. അങ്ങനെ ഭർത്താവിനെ ഏതു വിധേനയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ച പൂജ സിംഗ് ഒടുക്കം ഭർത്താവിനോട് വിദേശത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. മെച്ചപ്പെട്ട ജീവിതത്തെപ്പറ്റിയും വിദേശയാത്രയെപ്പറ്റിയും ഒക്കെ നിരന്തരം പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒടുക്കം ഭർത്താവായ പ്രദീപ് സിംഗ് വിദേശത്തേക്ക് പോകാൻ സമ്മതം മൂളുന്നു. അങ്ങനെ പ്രദീപ് സിംഗ് വിദേശത്തേക്ക് പോകുന്ന ദിവസം അടുത്തു. പ്രദീപ് സിംഗ് യാത്രയ്ക്കായി അവിടെ നിന്ന് മടങ്ങുന്ന സമയം പൂജ മൗര്യയെ വിവരമറിയിച്ചു. മൗര്യ എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രദീപ് സിംഗിനെ മദ്യപിക്കാനായി തന്റെ മോട്ടോർ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മറ്റു മനുഷ്യരാരുമില്ലാത്ത ചിരായാബാഗ് അണ്ടർപാസ് സർവീസ് ലൈനിന് സമീപം എത്തിയപ്പോൾ മൗര്യ വളരെ വിദഗ്ധമായി പ്രദീപിനെ പിന്നിൽ നിന്ന് കഴുത്തറത്തു കൊലപ്പെടുത്തുന്നു. എത്ര ക്രൂരമായാണ് അവർ ഇരുവരും ചേർന്നൊരു മനുഷ്യനെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനായി കൊന്നു കളഞ്ഞതെന്ന് നോക്കൂ. എന്നാൽ ഭർത്താവിനെ കൊന്ന് സുഖമായി ജീവിക്കാമെന്ന് കരുതിയ പൂജ സിംഗും രാം തീർത്ത് മൗര്യയും അധികം വൈകാതെ തന്നെ പോലീസിന്റെ വലയിലാവുകയാണ്. മൗര്യയെ ചിരായ ബാഗ് ബസ് സ്റ്റാൻഡിൽ നിന്നും പൂജയെ ലക്നൌവിലെ തന്നെ SGPGI ട്രോമ സെന്ററിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും ടീഷർട്ടും അടക്കം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. പ്രദീപ് സിംഗിന്റെ പിതാവ് ലഖൻ സിംഗ് നൽകിയ പരാതിയിലായിരുന്നു പോലീസിന്റെ ഈ നടപടി. ഇപ്പോൾ നമ്മൾ കണ്ട ലക്നൌവിലെ കൊലപാതകത്തിന് സമാനമായ മറ്റൊരു വാർത്തയിലേക്കാണ് 20th അവർ വീണ്ടും പോകുന്നത്. ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കലർത്തി മയങ്ങിക്കിടന്ന ഭർത്താവിനെ
കാമുകനുമായി ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഒരു യുവതി. രക്ഷപ്പെടുമായിരുന്ന പ്രതികൾ ഒടുക്കം കുടുങ്ങിയത് വളരെ അപ്രതീക്ഷിതമായാണ്. സംഭവം നടക്കുന്നത് അങ്ങ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ്. ലോകം ശിവനാഗരാജുവും ലക്ഷ്മി മാധുരിയും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. ശിവനാഗരാജുവിന്റെ ഭാര്യയും ഗോപി എന്നയാളും തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു. എല്ലാ കഥകളിലെയും പോലെ തന്നെ ഇവിടെയും സംഭവിച്ചത് ഒരേ കാര്യം തന്നെയായിരുന്നു. ഏത് വിധേനയും ഭർത്താവിനെ കൊന്ന ശേഷം കാമുകനൊപ്പം ജീവിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു ലക്ഷ്മി മാധുരി. അതിന് ലക്ഷ്മിക്കൊപ്പം അവളുടെ കാമുകനും കൂട്ടിനുണ്ടായിരുന്നു. സംഭവ ദിവസം ഉറക്ക ഗുളിക പൊടിച്ചു ചേർത്ത ബിരിയാണി തയ്യാറാക്കി നൽകി മാധുരി ഭർത്താവിനെ ഉറക്കിക്കിടത്തി. ഈ സമയം ഗോപിയെ മാധുരി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് ഇരുവരും ചേർന്ന് തലയിണ ഉപയോഗിച്ച് ഉറങ്ങിക്കിടന്ന ശിവനാഗരാജുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. എന്നാൽ കൃത്യം നടത്തിയതിന് പിന്നാലെ തന്നെ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരിച്ചെന്നാണ് യുവതി അയൽക്കാരോട് പറഞ്ഞത്. പക്ഷേ ചില തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ശിവനാഗരാജു ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞത്. മരിച്ചു കിടന്ന ശിവനാഗരാജുവിന്റെ മൃതദേഹത്തിൽ മുറിവുകളും രക്തക്കറകളും കണ്ടെത്തിയതോടെ ഇദ്ദേഹത്തിന്റെ പിതാവും സുഹൃത്തുക്കളും പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. ശ്വാസം മുട്ടലും നെഞ്ചിലേറ്റ പരിക്കുകളുമാണ് മരണകാരണമെന്ന് പിന്നീട് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ തെളിയുകയായിരുന്നു. പിന്നീട് നടന്ന ഫോറൻസിക് പരിശോധനയിലൂടെയായിരുന്നു യുവാവിന്റേത് സ്വാഭാവിക മരണമല്ലെന്നും കൊലപാതകമാണെന്നും വെളിപ്പെടുന്നത്. അന്വേഷണത്തിലെ നിർണായക വഴിത്തിരിവായി മാറിയത് മാധുരിയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ്. ഇതിന് പിന്നാലെ തന്നെ മാധുരിയെയും ഗോപിയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇതിനുമൊക്കെ അപ്പുറം അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യമെന്നത് ഭർത്താവിനെ കൊല ചെയ്ത ലക്ഷ്മി മാധുരി ഭർത്താവിന്റെ മൃതദേഹത്തിന് സമീപമിരുന്ന് അന്ന് രാത്രി മുഴുവൻ അശ്ലീല വീഡിയോകൾ കാണുകയായിരുന്നു. ഇത് പിന്നീട് നടത്തിയ പരിശോധനയിലും വ്യക്തമായ കാര്യമാണ്. കേസിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നാണ് പോലീസ് പറഞ്ഞത്. വീണ്ടും ഒരു ദുരഭിമാന കൊല കൂടി നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്നു. ആ വാർത്തയിലേക്ക് നമുക്കെത്താം ഇടവേളയ്ക്ക് ശേഷം. കുഞ്ഞുങ്ങളോട് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത് സ്നേഹവും വാത്സല്യവും മാത്രമായിരിക്കും. എന്നാൽ UK-യിൽ ഒരു സ്ത്രീ കൊലപ്പെടുത്തിയത് 7 നവജാത ശിശുക്കളെയാണ്. ആ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കുട്ടികളെന്ന് കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകുന്ന വികാരം എന്നത് സ്നേഹവും വാത്സല്യവും മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് അവരെ ഉപദ്രവിക്കാനും കൊല്ലാനും ഒക്കെ തോന്നുന്നവരെ അതിക്രൂരന്മാരെന്നതിനും അപ്പുറത്തേക്ക് ഒന്നും വിളിക്കാനുമാകില്ല. അത്തരമൊരു വാർത്തയാണ് UK-യിൽ നിന്ന് വരുന്നത്. UK-യിൽ 7 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തുകയും മറ്റ് 7 കുട്ടികളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത നഴ്സ് ലൂസി ലെഡ്ബിയെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ സംപ്രേഷണം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ലൂസി ലെഡ്ബി ഡോക്യുമെന്ററിയുടെ ട്രെയിലറിലാണ് ഈ ദൃശ്യങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഹെർഫോർഡിയിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ കിടക്കുന്ന ലൂസി ലെഡ്ബിയെ അറസ്റ്റ് ചെയ്യുന്നതടക്കം ഈ ദൃശ്യങ്ങളിലുണ്ട്. ഒരു ക്ലിപ്പിൽ ലൂസി ലെഡ്ബി കരയുന്നതും നമുക്ക് കാണാം. കൈവിലങ്ങ് ധരിച്ച് പ്രിയപ്പെട്ട പൂച്ചകളിലൊന്നിനെ താലോലിച്ച് അതിനോട് യാത്ര പറയുന്നതൊക്കെ ഈ ട്രെയിലറിലുണ്ട്.
കുട്ടികളെ കൊലപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തതിന് അറസ്റ്റിലാകുന്നതിന് മുൻപ് 2018 ജൂലൈ, 2019 ജൂൺ, 2020 നവംബർ മാസങ്ങളിലായി 3 തവണ ലൂസി അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഫെബ്രുവരി 4-ന് നെറ്റ്ഫ്ലിക്സ് ഈ ഡോക്യുമെന്ററി ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. 2015 ജൂണിനും 2016 ജൂണിനുമിടയിൽ 7 ശിശുക്കളെ കൊലപ്പെടുത്തിയതിനും മറ്റ്7 പേരെ കൊല്ലാൻ ശ്രമിച്ചതിനും ശിക്ഷിക്കപ്പെട്ട ലൂസി ലെഡ്ബി ആജീവനാന്ത തടവ് അനുഭവിക്കുകയാണ് ഇപ്പോൾ. എന്തിനാകും ലൂസി ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? വീണ്ടും 7 കുഞ്ഞുങ്ങളെ കൊല്ലാനായി ലക്ഷ്യം വെച്ചത് എന്തിനാകും? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുകയാണ് ലൂസി ലെഡ്ബിയുടെ ജീവിതവും ഈ കൊലപാതക പരമ്പരയുമൊക്കെ. ഏതായാലും ആ ഡോക്യുമെന്ററിയിൽ ഇതിനെല്ലാമുള്ള ഉത്തരമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട യുവാവിനെ കൊലപ്പെടുത്തിയതിന് ശിക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയും 5 കൊലപാതകങ്ങൾ ചെയ്ത യുവാവും വിവാഹിതരാകാൻ പോകുന്നു. ആ വാർത്തയിലേക്കാണ് ഇനി 20th അവർ പോകുന്നത്. രാജസ്ഥാനിലെ അൽവാറിലാണ് സിനിമാ കഥയെ വെല്ലുന്ന ഈ സംഭവം നടക്കുന്നത്. പ്രിയ സേഠ് എന്നറിയപ്പെടുന്ന നേഹ സേഠും ഹനുമാൻ പ്രസാദുമാണ് വിവാഹിതരാകാൻ പോകുന്നത്. ഇരുവർക്കും വിവാഹിതരാകാനായി 15 ദിവസത്തെ അടിയന്തര പരോളും രാജസ്ഥാൻ ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. 6 മാസം മുൻപ് ഒരേ ജയിലിൽ കഴിയുമ്പോഴാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. 2018 രാജസ്ഥാനെ നടുക്കിയ ദുഷ്യന്ത് ശർമ്മ എന്ന യുവാവിന്റെ കൊലപാതക കേസിലെ പ്രതിയാണ് പ്രിയ സേഠ്. ടിൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ദുഷ്യന്തിനെ പ്രിയ തന്റെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് യുവാവിനെ തടങ്കലിലാക്കി പിതാവിനോട് 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. ഇതിൽ 3 ലക്ഷം രൂപ അവൾക്ക് ലഭിച്ചു. എന്നാൽ പിന്നീട് ദുഷ്യന്തിന്റെ ഡെബിറ്റ് കാർഡുമായി പുറത്തുപോയ പ്രിയ ATM-ൽ നിന്ന് പണം പിൻവലിച്ചത് വലിയ അബദ്ധമായി മാറി. ഇതോടെ താൻ പിടിക്കപ്പെടുമെന്ന് പ്രിയയ്ക്ക് ഏകദേശമൊക്കെ ഉറപ്പായി. ഇതിന് പിന്നാലെ തന്നെ പ്രിയ ചെയ്തത് അതിക്രൂരമായൊരു കൊലപാതകമായിരുന്നു. താൻ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ പ്രിയ തന്റെ കൂട്ടാളികളുമായി ചേർന്ന് ദുഷ്യന്തിനെ കൊന്ന് ശരീരം വെട്ടി കഷ്ണങ്ങളാക്കി ട്രോളി ബാഗിൽ നിറച്ച് ഡൽഹിയിൽ വിജനമായൊരു പ്രദേശത്ത് ഉപേക്ഷിച്ചു. കാമുകനായ ദിക്ഷന്ത് കമ്രയുടെ കടബാധ്യത തീർക്കാനായിരുന്നു ഇവർ ദുഷ്യന്തിനെ ബന്ദിയാക്കി മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. ഈ പ്രിയയെ വിവാഹം ചെയ്യാൻ പോകുന്ന ഹനുമാൻ പ്രസാദ് ജയിലിലെത്തുന്നതാകട്ടെ അതിലും ക്രൂരമായ കൂട്ടക്കൊലപാതകത്തിലൂടെയായിരുന്നു. ഒരു കുടുംബത്തിലെ 5 പേരെയാണ് ഇയാൾ വെട്ടിനുറുക്കിയത്. തന്നേക്കാൾ 10 വയസ്സ് മുതിർന്ന തായ്ക്കൊണ്ടോ താരമായ സന്തോഷ് എന്ന കാമുകിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഹനുമാൻ പ്രസാദ് ഈ കൊലപാതകമൊക്കെ നടത്തിയത്. 2017 ഒക്ടോബർ 2-ന് രാത്രി ഇവർ ഭർത്താവിനെ കൊല്ലാൻ പ്രസാദിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പ്രസാദ് ഒരു സഹായിയുമായി അവിടെ എത്തുകയും മൃഗങ്ങളെയൊക്കെ കശാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് സന്തോഷിന്റെ ഭർത്താവ് ബൻവാരിലാലിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. സന്തോഷിന്റെ 3 കുട്ടികളും അവരോടൊപ്പം താമസിച്ചിരുന്ന ഒരു ബന്ധുവും ഈ കൊലപാതകത്തിന് സാക്ഷിയായി. പിടിക്കപ്പെടുമെന്ന് ഭയന്ന സന്തോഷ് തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെയും ബന്ധുവിനെയും കൂടി കൊല്ലാൻ പ്രസാദിനോട് ആവശ്യപ്പെടുകയാണ്. പ്രസാദ് അതെല്ലാം അതേപടി അനുസരിച്ചു. സന്തോഷ് ഒഴികെ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റെല്ലാവരെയും അയാൾ കൊന്നുകളഞ്ഞു. ആൽവാറിനെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകമായിരുന്നു അന്ന് നടന്നത്. ഇത്തരത്തിൽ അതിക്രൂരമായ കൊലപാതക പശ്ചാത്തലമുള്ള 2 പേരാണ് ഒന്നിക്കാൻ പോകുന്നത്. എന്തായാലും കൊല്ലപ്പെട്ട ദുഷ്യന്ത് ശർമ്മയുടെ കുടുംബം
പരോളിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂഹത്തിന് വലിയ ഭീഷണിയായി ഇത്തരം കുറ്റവാളികൾക്ക് പരോൾ നൽകുന്നത് തന്നെ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഉയരുന്ന വിമർശനം. ലഹരിക്കടിമയായി സ്വന്തം അമ്മയെ ക്രൂരമായി ഉപദ്രവിച്ച ഒരു മകൾ. അമ്മയുടെ വാരിയല്ലാണ് വെറും നിസ്സാര കാരണത്തിന്റെ പുറത്ത് ഈ മകൾ അടിച്ചു തകർത്തത്. എറണാകുളം പനങ്ങാട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു ഈ സംഭവമൊക്കെ ഉണ്ടാവുന്നത്. 30 വയസ്സുകാരി നിവിയയും അമ്മയുമായിരുന്നു സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. തന്റെ ഫേസ് ക്രീം അന്വേഷിച്ച് നടന്ന നിവിയയ്ക്ക് കുറേ നേരം തിരഞ്ഞിട്ടും ലഭിക്കാതെ വന്നതോടെ അമ്മയോട് ചോദിച്ചു. ഈ കാര്യം പറഞ്ഞ് ഇരുവരും തമ്മിൽ തർക്കമായി. പിന്നീട് ആ വീട്ടിൽ നടന്നത് ആരെയും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. 30 വയസ്സുകാരി നിവിയ അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കാൻ ആരംഭിച്ചു. ഫേസ് ക്രീമിന്റെ കാര്യം പറഞ്ഞാണ് തർക്കം തുടങ്ങിയതെങ്കിൽ പിന്നീട് തർക്കം അവിടെ നിന്നും മറ്റു പല കാര്യങ്ങളിലേക്കും എത്തി. പ്രതിയുടെ കാര്യങ്ങളിൽ അമ്മ അനാവശ്യമായി ഇടപെടുന്നുവെന്ന് പറഞ്ഞായിരുന്നു പിന്നീടുള്ള മർദ്ദനം. പിന്നീട് ഒരമ്മയും ഇന്നേ വരെ നേരിടാത്ത കൊടിയ മർദ്ദനമായിരുന്നു നിവിയയിൽ നിന്നും ആ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. അമ്മയെ തടഞ്ഞു നിർത്തി കൈകൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് കരണത്തടിച്ചു, കാലുകൊണ്ട് ചവിട്ടി, കമ്പിപ്പാര കൊണ്ട് വലത് കൈയിലടിച്ചു. അടികൊണ്ട് താഴെ വീണ ആ അമ്മയെ അസഭ്യം പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ വീണ്ടും കമ്പിപ്പാര കൊണ്ടടിച്ച് വാരിയെല്ലൊടിച്ചു. നോക്കൂ, ലഹരി എത്രത്തോളം ഒരു മനുഷ്യനെ ക്രൂരനാക്കുന്നു. സ്വന്തവും ബന്ധവും പോലും മനസ്സിലാക്കാൻ കഴിയാത്തത്ര ക്രൂരത കാണിക്കാൻ നിവിയയെ പ്രേരിപ്പിച്ചതും ഇതേ ലഹരി തന്നെയാണ്. ഈ നിവിയ ഇത്തരത്തിൽ അതിക്രമം നടത്തുന്നത് ഇതാദ്യമായിട്ടല്ല. ഒരു കൊലപാതക കേസിലെ പ്രതി കൂടിയാണ് ഈ പെൺകുട്ടി. ഒരു ലഹരി കേസുമുണ്ട് നിവിയയുടെ പേരിൽ. ക്രിമിനൽ പശ്ചാത്തലമാണ് നിവിയയ്ക്കുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർ അമ്മയുമായി പ്രശ്നമുണ്ടാകുന്നതും ആ വീട്ടിൽ പതിവാണ്. സംഭവത്തിന് ശേഷം അമ്മ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേസെടുത്തുവെന്നറിഞ്ഞതോടെ നിവിയ ഒളിവിൽ പോയി. വയനാട് മാനന്തവാടിയിൽ നിന്നാണ് പിന്നീട് പനങ്ങാട് പോലീസ് നിവിയയെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ പിടിയിലാകുന്ന സമയത്ത് 10 വയസ്സുള്ള കുട്ടിയും നിവിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. നിവിയയ്ക്കെതിരെ ഗുണ്ടാ ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. ലഹരിക്ക് അടിമപ്പെട്ടുണ്ടാകുന്ന അതിക്രമങ്ങൾ ദിനം പ്രതി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസം പിന്നിടും തോറും നമ്മൾ കേൾക്കുന്നതാകട്ടെ ക്രൂരവും പൈശാചികവുമായ വാർത്തകളും. ഇനിയും ലഹരി കാരണം ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടി നമുക്ക് പരിശ്രമിക്കാം. അവറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും കാണും വരെ നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.